ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് നാൾ മുമ്പ് നമ്മൾ നറൂട്ടോയിലെ ഫസ്റ്റ് ഗ്രേഡ് ഷിനോബി വേൾഡ് വാർ എക്സ്പ്ലെയിൻ ചെയ്തൊരു വീഡിയോ ഇട്ടിരുന്നു. അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് പേര് സെക്കൻഡും തേർഡും ഷിനോബി വാറും എക്സ്പ്ലെയിൻ ചെയ്യുമോ എന്ന് ചോദിച്ചിരുന്നു. സോ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ സെക്കൻഡ് ഗ്രേഡ് ഷിനോബി വേൾഡ് വാർ ആണ് നമ്മൾ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഗ്രേഡ് ഷിനോബി വേൾഡ് വാർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. സോ നമുക്ക് അധികം സമയം കളയാതെ സെക്കൻഡ് ഗ്രേഡ് ഷിനോബി വേൾഡ് വാറിലേക്ക് പോവാം. സോ നമ്മൾ ഫസ്റ്റ് ഷിനോബി വാറിൻ്റെ വീഡിയോയിൽ ദ ഫൈക്കാകെ സമ്മിറ്റിനെ കുറിച്ച് പറഞ്ഞതാണ്. ഈ ഒരു സമ്മിറ്റ് കഴിഞ്ഞ് ഏകദേശം 20 വർഷത്തോളം കഴിഞ്ഞിട്ടാണ് ഈ ഒരു സെക്കൻഡ് ഗ്രേഡ് ഷിനോബി വാർ നടക്കുന്നത്. ഈ ഫസ്റ്റ് ഷിനോബി വാറിൽ മിക്ക വില്ലേജുകൾക്കും ഒരുപാട് ഡിസ്ട്രക്ഷൻസ് ഉണ്ടായി. എല്ലാ വില്ലേജിനും ഈ ഒരു ഫസ്റ്റ് വാർ കാരണം അവരുടെ ഫസ്റ്റ് കാഗകളെ നഷ്ടപ്പെട്ടു. ഈവൻ ചില വില്ലേജസിൻ്റെ സെക്കൻഡ് കാഗയെ വരെ ഫസ്റ്റ് വാറിൽ മരിച്ചിരുന്നു. സോ അതുകൊണ്ട് തന്നെ മിക്ക വില്ലേജുകളും എക്കണോമിക്കലി മിലിറ്ററിയിലും അൺസ്റ്റേബിൾ ആയിരുന്നു. റിസോഴ്സസ് ഒക്കെ ഒരുപാടുണ്ടായിരുന്ന റിച്ച് വില്ലേജസ് ഒക്കെ ഇപ്പോൾ ഹിഡൻ ലീഫ് വില്ലേജസ് ഒക്കെ പെട്ടെന്ന് അൺസ്റ്റേബിൾ ആവാൻ തുടങ്ങി. പക്ഷേ എക്കണോമിക്കലി വീക്കായിട്ടുള്ള ഫെർട്ടൈൽ ലാൻഡ്സ് ഒന്നും ഇല്ലാത്ത സാൻഡ് വില്ലേജൊക്കെ വളരെയധികം പുവർ ആവാൻ തുടങ്ങി. സോ അതുകൊണ്ട് തന്നെ അവർ മറ്റുള്ള നേഷൻസിൽ നിന്ന് റിസോഴ്സസ് ഒക്കെ മോഷ്ടിക്കാൻ തുടങ്ങി. ആൻഡ് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് അതൊരു വലിയ വാറായി മാറി. ആ ഒരു വാറാണ് പിന്നീട് ദ സെക്കൻഡ് ഗ്രേഡ് ഷിനോബി വേൾഡ് വാർ എന്നറിയപ്പെട്ടത്. ഹിഡൻ ലീഫ് വില്ലേജ്, ഹിഡൻ സാൻഡ് വില്ലേജ്, ഹിഡൻ സ്റ്റോൺ വില്ലേജ്, ഈ ഒരു 3 വില്ലേജുകളാണ് പ്രധാനമായിട്ട് ഈ ഒരു വാറിൽ ഏർപ്പെട്ടത്. ആൻഡ് ഈ വാറിൽ വലിയൊരു പങ്ക് വഹിച്ചൊരു ഷിനോബി ഉണ്ട്. മറ്റാരുമല്ല, കക്കാഷിയുടെ അച്ഛനായിട്ടുള്ള സാക്കുമോ ഹട്ടാക്കെ. സാക്കുമോ ഒരുപാട് ഷിനോബികളെ ഈ വാറിൽ കൊന്നിട്ടുണ്ട്, ഇൻക്ലൂഡിങ് സാസരിയുടെ പേരൻസ്. സോ സാസരിയുടെ അച്ഛനെ കൊന്നതുകൊണ്ട് തന്നെ ഗ്രാനി ചിയോയ്ക്ക് സാക്കുമോയോട് വെറുപ്പ് തോന്നും. ആൻഡ് ഈ ഒരു വാറിലാണ് സാക്കുമോ തൻ്റെ ടീമിനെ രക്ഷിക്കുന്നതും. അതായത് ഒരു പർട്ടിക്കുലർ മിഷൻ്റെ ഇടയിൽ വെച്ച് തൻ്റെ ടീമിൻ്റെ ജീവൻ അപകടത്തിലാണെന്ന് സാക്കുമോ അറിയുന്നു. സോ സാക്കുമോയുടെ മുന്നിൽ 2 ചോയ്സസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒന്നെങ്കിൽ തൻ്റെ ടീംമേറ്റ്സിനെ രക്ഷിച്ച് മിഷൻ പകുതിക്ക് വെച്ച് ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ ആ മിഷൻ കംപ്ലീറ്റ് ചെയ്യുക. പക്ഷെ അങ്ങനെയാണെങ്കിൽ തൻ്റെ ടീംമേറ്റ്സ് മരിക്കും. സോ സാക്കുമോ തൻ്റെ ടീംമേറ്റ്സിനെ രക്ഷിച്ച് മിഷൻ ഉപേക്ഷിക്കുന്നു. പക്ഷേ ഈ ഒരു തീരുമാനം കാരണം അയാൾ ഒരുപാട് പഴി കേട്ടു. വില്ലേജിൻ്റെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മിഷൻ പകുതിക്ക് വെച്ച് ഉപേക്ഷിച്ചതിന് വില്ലേജിലെ കൗൺസിലുള്ളവർ അയാളെ കുറ്റപ്പെടുത്തി. പക്ഷേ അയാളെ ഏറ്റവും തളർത്തിയത് താൻ ആരെയാണോ രക്ഷിച്ചത് അവർ തന്നെ കുറ്റപ്പെടുത്തിയപ്പോഴാണ്. പുള്ളി രക്ഷിച്ച പുള്ളിയുടെ ടീംമേറ്റ്സ് തന്നെ പുള്ളിയെ തള്ളി പറഞ്ഞു. ഇത് അയാളെ ഒരു ഡിപ്രഷനിലേക്ക് വിട്ടു. ഒടുവിൽ അയാൾ ആത്മഹത്യ ചെയ്യുന്നു. ഈ ഒരു സെക്കൻഡ് ഗ്രേഡ് ഷിനോബി വാറിൽ ഏറ്റവും കൂടുതൽ ഡിസ്ട്രക്ഷൻ ഉണ്ടായത് ഹിഡൻ റെയിൻ വില്ലേജിനായിരുന്നു. കാരണം ഈ 3 വില്ലേജസിൻ്റെ ഇടയിലുള്ളൊരു ചെറിയ വില്ലേജാണ് ഈ ഹിഡൻ റെയിൻ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ 3 വില്ലേജസും തമ്മിൽ ഫൈറ്റ് ചെയ്തത് ഈ റെയിൻ വില്ലേജിൽ വെച്ചായിരുന്നു. സോ ഈ ഒരു വാറിലെ ബാറ്റിൽ ഗ്രൗണ്ട് ആയിരുന്നു ഹിഡൻ റെയിൻ വില്ലേജ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഡിസ്ട്രക്ഷൻസും കാര്യങ്ങളും ഹിഡൻ റെയിനിന് ഏൽക്കേണ്ടി വരുന്നു. ഈ വാറുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഹിഡൻ റെയിനിലെ ഒരുപാട് ജനങ്ങൾ ഇതിൻ്റെ ഇടയപ്പെട്ട് മരിച്ചുപോയി. ഈ ഒരു ടൈമിലാണ് നാഗറ്റോയുടെ ജീവിതവും മാറുന്നത്. അതായത് ഈ വാർ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് 2 ലീഫ് ഷിനോബീസ് വന്ന് ശത്രുക്കളാണെന്ന് തെറ്റിദ്ധരിച്ച് നാഗറ്റോയുടെ പേരൻസിനെ കൊല്ലുന്നത്. നാഗറ്റോ തൻ്റെ റിനേഗാൻ ഉപയോഗിച്ച് അപ്പോൾ തന്നെ ആ 2 ലീഫ് ഷിനോബീസിനെ കൊല്ലുന്നുണ്ട്. പിന്നീട് അവൻ ആ ഒരു ലാൻഡിൽ ഒറ്റയ്ക്ക് അലഞ്ഞു നടക്കാൻ തുടങ്ങി. ബിഷപ്പിന് ഭക്ഷണം പോലും മറ്റാരും അവന് കൊടുത്തില്ല. കാരണം ഒരു വലിയ വാർ നടക്കുന്നതുകൊണ്ട് തന്നെ ഫുഡൊക്കെ ഭയങ്കര സ്കെയർ ആയിരുന്നു. വിശന്ന് കുഴഞ്ഞു വീണ അവനെ യാഹിക്കോയും കോണാനും ഭക്ഷണം നൽകി കൂടെ കൂട്ടുന്നു. തുടർന്ന് അവർ 3 പേര് മറ്റുള്ളവരുടെ ഭക്ഷണമൊക്കെ മോഷ്ടിച്ച് ജീവിക്കാൻ തുടങ്ങി. 3 പേർക്ക് ഈ വാർ കാരണം ഒരുപാട് നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ഈ ഒരു യുദ്ധവും വയലൻസും ഒക്കെ എന്നേക്കുമായി നിർത്താൻ അവർ ആഗ്രഹിക്കാൻ തുടങ്ങി. ഇത്രയേറെ ഡിസ്ട്രക്ഷൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ ഇത് തുടർന്ന് തങ്ങളുടെ വില്ലേജ് മുഴുവൻ നശിക്കുമെന്ന് ഹിഡൻ റെയിൻ വില്ലേജേഴ്സിന് മനസ്സിലായി. സോ അവർ തിരിച്ചടിക്കാൻ തീരുമാനിച്ചു. പക്ഷെ അവർക്ക് അതിനുള്ള മിലിറ്ററി പവറും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ സയൻറ്റിഫിക് ടെക്നോളജിയിൽ അവർ വളരെ മുന്നിലായിരുന്നു. സോ അത് വെച്ച് അവരൊരു കാര്യം ചെയ്തു. ഒരു പോയിസണസ് ആയിട്ടുള്ള സലമാൻഡറിനെ ഉപയോഗിച്ച് അവർ ഹാൻസോ എന്നൊരാളെ ഉണ്ടാക്കി. ഈ സലമാൻഡറിൻ്റെ അതേ വിഷം ഇപ്പോൾ ഹാൻസോയ്ക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ അയാളെ ഹാൻസോ ദ സലമാൻഡർ എന്നറിയപ്പെട്ടു. ആൻഡ് ഈ ഒരു വിഷം അയാളുടെ ബോഡി ഫുള്ള് പകർന്നു. ആൻഡ് പിന്നെ തൊട്ട് അയാളുടെ ശ്വാസം വിടുമ്പോൾ ആ പോയിസൺ പുറത്തു വരാൻ തുടങ്ങി. സോ അയാളുടെ അടുത്തുള്ളവർ മരിക്കാതിരിക്കാൻ അയാൾ ഒരു പ്രത്യേക മാസ്ക് ഇടാൻ തുടങ്ങി. ഈ ഒരു പോയിസൺ മാത്രമായിരുന്നില്ല പുള്ളിയുടെ പവർ. ഹാൻസോ ദ സലമാൻഡർ ഒരു എക്സെപ്ഷണൽ ഷിനോബി ആയിരുന്നു. ആൻഡ് തൻ്റെ വില്ലേജായ ഹിഡൻ റെയിനിലേക്ക് ആര് വന്നാലും അവരെ ഹാൻസോ നേരിടാൻ തുടങ്ങി. സോ ഹിഡൻ റെയിനിൻ്റെ ഒരു പ്രൊട്ടക്ടറായി മാറി ഹാൻസോ. മറ്റ് വില്ലേജസ് എല്ലാം തന്നെ ഹാൻസോയുടെ പ്രസൻസ് ഭയക്കാൻ തുടങ്ങി. സോ ഹിഡൻ ലീഫ് വില്ലേജ് ഹാൻസോയെ കൊല്ലാൻ വേണ്ടിയിട്ട് അവരുടെ ഏറ്റവും പവർഫുൾ ജോനീൻസിനെ അയച്ചു. മറ്റാരുമല്ല ജിറായെ, സുനാഡെ, ഒറോച്ചിമാരു.
ഇവർ 3 പേരും കൂടി ഒരുമിച്ച് ഹാൻസോയെ നേരിട്ടു. ബട്ട് ഹാൻസോ ഒറ്റയ്ക്ക് ഇത്രയും വലിയ ജോനീൻസിനെ സിംഗിൾ ഹാൻഡഡ്ലി തോൽപ്പിച്ചു കളഞ്ഞു. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ ക്യാരക്ടറിൻ്റെ ലെവൽ എന്താണെന്ന്. ഹാൻസോയ്ക്ക് വേണമെങ്കിൽ ഈ ഒരു പോയിന്റിൽ തന്നെ അവരെ കൊല്ലാമായിരുന്നു. പക്ഷെ അവരിപ്പോഴും 2 കാലിൽ നിൽക്കുന്നത് കൊണ്ട് അവരെ വെറുതെ വിട്ടു. കാരണം ഹാൻസോ വിചാരിച്ചിരുന്നത് താൻ സ്ട്രോങ് ആവണമെങ്കിൽ തന്നേക്കാൾ സ്ട്രോങ്ങർ ആയിട്ടുള്ള എനിമീസിനെ ഫേസ് ചെയ്യണമെന്നായിരുന്നു. സോ അവർ ഇനിയും സ്ട്രോങ്ങറായി തിരിച്ചു വരാനാണ് പുള്ളി ഇങ്ങനെ ചെയ്തത്. ആൻഡ് ഈ ഒരു പോയിന്റിലാണ് ഹാൻസോ അവർക്ക് ആ പേരിട്ടത്, ദ 3 ലെജൻഡറി സാനിൻസ്. സോ ഹാൻസോയെ തോൽപ്പിക്കാൻ മറ്റാരും ഇല്ലായിരുന്നു. പക്ഷെ ഒരുപാട് പേര് പുള്ളിയെ തോൽപ്പിക്കാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അതിലൊരാളാണ് ഗ്രാനി ചിയോ. പുള്ളിക്കാരി ഒരുപാട് പോയ്സൺസ് വെച്ച് പഠിക്കാൻ തുടങ്ങി. ഹിഡൻ റെയിനിന് ഹാൻസോ എങ്ങനെയായിരുന്നോ അത്രയും വലുതായിരുന്നു ഹിഡൻ സാൻഡിന് ഗ്രാനി ചിയോ. ആൻഡ് ഗ്രാനി ചിയോ മാത്രമായിരുന്നില്ല പോയ്സൺസിനെ പറ്റി പഠിച്ചിരുന്നത്, മറ്റൊരാളും കൂടി ഉണ്ടായിരുന്നു. വേറെ ആരുമല്ല, സുനാഡെ. സുനാഡേക്കും തൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടങ്ങളുണ്ടായത് ഈ വാറിലായിരുന്നു. ആൻഡ് ഈ വാർ തീരാൻ തന്നെ കാരണവും സുനാഡയാണ്. അതായത് സുനാഡയ്ക്ക് നവാക്കി എന്ന് പേരുള്ള ഒരു അനിയനുണ്ടായിരുന്നു. ഒരു പർട്ടിക്കുലർ മിഷൻ്റെ ഇടയിൽ വെച്ച് അവൻ മരണപ്പെടുന്നു. ഇതവളെ വലിയൊരു വിഷമത്തിലേക്ക് കൊണ്ടുപോകുന്നു. ആൻഡ് ഈ സെക്കൻഡ് ഗ്രേഡ് ഷിനോബി വാറിൽ വെച്ച് തന്നെ അവൾക്ക് മറ്റൊരാളെ നഷ്ടപ്പെടുന്നു, അവളുടെ ലവറായിട്ടുള്ള ഡാനിനെ. ഒരു മിഷൻ്റെ ഇടയിൽ വലിയൊരു ഇഞ്ചുറി പറ്റിയ ഡാനിനെ അവൾക്ക് തൻ്റെ മെഡിക്കൽ നിഞ്ചുത്സു ഉപയോഗിച്ച് രക്ഷിക്കാൻ സാധിച്ചില്ല. പിന്നീട് ഇത് മറ്റാർക്കും ഉണ്ടാവാതിരിക്കാൻ സുനാഡെ മെഡിക്കൽ നിഞ്ചുത്സുവിനെ പറ്റി ഒരുപാട് റിസർച്ച് ചെയ്ത് പഠിച്ചു. അങ്ങനെ അവൾ ഒരു വലിയ മെഡിക്കൽ ഹീലർ തന്നെയായി മാറി. ആൻഡ് എല്ലാ സ്ക്വാഡിലും ഒരു മെഡിക്കൽ നിഞ്ച വേണമെന്ന നിയമവും കൊണ്ടുവന്നു. സോ മെഡിക്കലി ഇത്രയും അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് തന്നെ ഹിഡൻ ലീഫ് വില്ലേജിന് പിന്നീട് അധികം ഷിനോബീസിനെ നഷ്ടമായില്ല. സോ അതുകൊണ്ട് തന്നെ ഈ വാറിൽ അവർ മുന്നേറാൻ തുടങ്ങി. സോ എങ്ങനെയാണ് ഈ വാർ അവസാനിച്ചതെന്ന് ചോദിച്ചാൽ, ആദ്യം ഫസ്റ്റ് ഷിനോബി വേൾഡ് വാറിൽ ആരും തന്നെ ജയിച്ചിരുന്നില്ല. പക്ഷേ ഈ സെക്കൻഡ് ഷിനോബി വേൾഡ് വാറിൽ തൻ്റെ മെഡിക്കൽ നിഞ്ചുത്സു വെച്ച് ഹിഡൻ ലീഫ് വില്ലേജ് മറ്റ് 2 വില്ലേജസിനെ തോൽപ്പിച്ചിരുന്നു. സോ ഇങ്ങനെയാണ് ഈ സെക്കൻഡ് ഗ്രേഡ് ഷിനോബി വേൾഡ് വാർ അവസാനിച്ചത്. ഈ വാർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഫ്യൂച്ചറിൽ നടന്ന പ്രധാന കാര്യങ്ങളിലേക്ക് ലീഡ് ചെയ്തത് ഈ വാറാണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ സാക്കുമോ ഈ വാറിൽ മരിച്ചതുകൊണ്ടാണ് കക്കാഷി നമ്മൾ ഇന്ന് കാണുന്ന കക്കാഷി ആയത്. ആൻഡ് നാഗട്ടോ ഈ വാറിൽ ഇത്രയും പെയിൻ അനുഭവിച്ചതുകൊണ്ടാണ് പിന്നീട് അക്കാറ്റ്സുക്കി എന്ന ഓർഗനൈസേഷൻ ഫോം ചെയ്യുന്നത്. ആൻഡ് സാക്കുമോ തൻ്റെ പേരൻസിനെ ഈ വാറിൽ കൊന്നതുകൊണ്ടാണ് സാസുരി ഇതേ സെയിം അക്കാറ്റ്സുക്കിയിൽ ജോയിൻ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ നറൂട്ടോ വേൾഡിൽ ഈ സെക്കൻഡ് ഗ്രേഡ് ഷിനോബി വേൾഡ് വാറിനുള്ള ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് നറൂട്ടോയുടെ ആനിമയിൽ നിന്നും മാങ്കയിൽ നിന്നും സെക്കൻഡ് ഗ്രേഡ് ഷിനോബി വേൾഡ് വാറിനെ കുറിച്ച് കണ്ടെത്താൻ പറ്റിയ കാര്യങ്ങൾ. ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആൻഡ് തേർഡ് ഗ്രേഡ് ഷിനോബി വേൾഡ് വാർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ വേണോ വേണ്ടേന്നും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള കണ്ടൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.